അങ്ങനെ ഫൈനലി ഇറ്റ് ഹാപ്പൻഡ്. യെസ്, എന്റെ കല്യാണമായിരിക്കുകയാണ് സുഹൃത്തുക്കളെ. ശരിക്കും ഇങ്ങനെ ഒരു വീഡിയോ ചെയ്യണമോ വേണ്ടോ എന്നുള്ളത് ഞാൻ 100 വട്ടം ആലോചിച്ച് നോക്കി. പിന്നെ കരുതി എന്റെ കല്യാണം എന്റെ സബ്സ്ക്രൈബേഴ്സ് വേറെ ഏതെങ്കിലും വഴിയിലൂടെ അറിയുന്നതിനും ഭേദം ഞാൻ തന്നെ പറഞ്ഞറിയുന്നതല്ലേ എന്നുള്ളത്. അങ്ങനെയാണ് ഇങ്ങനെ ഒരു വീഡിയോ ചെയ്യാമെന്ന് വെക്കുന്നത്. എന്തായാലും ഈ വരുന്ന ഞായറാഴ്ചയാണ് എന്റെ കല്യാണം വരുന്നത്. അത് നിങ്ങളെ അറിയിക്കണമെന്ന് തോന്നി. പിന്നെ കല്യാണവുമായി ബന്ധപ്പെട്ടുള്ള കൂടുതൽ വിവരങ്ങൾ വരും ദിവസങ്ങളിൽ വേണമെങ്കിൽ ഡിസ്ക്ലോസ് ചെയ്യാം. എന്തായാലും ഞാനിതൊക്കെ പറയുമ്പോൾ പലർക്കും പറയാനുണ്ടാകുമല്ലേ, ഇനി അങ്ങോട്ട് ഫാമിലി വ്ളോഗ് തുടങ്ങി വരസാലോ എന്നുള്ളത്. ഒരിക്കലും ഇല്ല. ഉള്ള എല്ലാ ഫാമിലി വ്ളോഗേഴ്സിനും ട്രോളി ജീവിക്കുന്ന ഞാൻ തന്നെ ഒരു ഫാമിലി വ്ളോഗ് തുടങ്ങിയുള്ള അവസ്ഥകളൊന്നും ആലോചിച്ച് നോക്കി. എന്തായാലും അതൊന്നും സംഭവിക്കില്ല. എന്തായാലും കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി കല്യാണ സംബന്ധമായിട്ടുള്ള കാര്യങ്ങൾ നെട്ടോട്ടത്തിലായിരുന്നു. കല്യാണവുമായി ബന്ധപ്പെട്ടുള്ള തിരക്കുകൾ എന്തായിരിക്കും എന്നുള്ളത് എന്റെ വീഡിയോ കാണുന്ന ആളുകൾക്ക് ഞാൻ പിന്നെ പ്രത്യേകിച്ച് പറഞ്ഞിട്ട് ആവശ്യമില്ലല്ലോ. അതുകൊണ്ട് തന്നെ കഴിഞ്ഞ 1-2 ആഴ്ചകളായിട്ട് വീഡിയോക്ക് വേണ്ടി നല്ല രീതിയിൽ സ്പെൻഡ് ചെയ്യാനൊന്നും സമയം കിട്ടിയിട്ടില്ല. എങ്കിൽ കൂടിയും നമ്മൾ 2 വീഡിയോസ് മുടങ്ങാതെ ചെയ്തിട്ടുണ്ട് അല്ലേ. പലപ്പോഴും ഈ കല്യാണ ആവശ്യവുമായി ബന്ധപ്പെട്ടുള്ള തിരക്കുകളൊക്കെ കഴിഞ്ഞ് ഫ്രീ ആകുമ്പോഴേക്കും രാത്രി 11 മണി 12 മണിയൊക്കെ ആകും. അത് കഴിഞ്ഞിട്ടുള്ള സമയത്തായിരുന്നു ശരിക്കും വീഡിയോസിന് വേണ്ടി കണ്ടന്റ് സെർച്ച് ചെയ്യാനും അതുമായി ബന്ധപ്പെട്ട് പഠിക്കാനൊക്കെ സമയം കണ്ടെത്തിയിരുന്നത്. അങ്ങനെ നോക്കുമ്പോൾ ശരിക്കും 3 മണിയൊക്കെ ആകും ഉറങ്ങാൻ. കഴിഞ്ഞ 1-2 ആഴ്ചയായിട്ട് തന്നെയാണ് അവസ്ഥ. രാവിലെ നേരത്തെ എണീക്കുകയും വേണം. ശരിക്കും പറഞ്ഞാൽ ഒരു എക്സ്ട്രാ ബിസി ലൈഫായിരുന്നു. എനിവേ ഇപ്പം വീഡിയോസിനെല്ലാം ഒരു ബ്രേക്ക് അത്യാവശ്യമാണെന്ന് തോന്നി. അത് നിങ്ങളെ അറിയിക്കണമെന്നുണ്ടായിരുന്നു. ഇപ്പൊ അത് അറിയിക്കുന്നു. പിന്നെ ഏറ്റവും വലിയ സങ്കടം എന്താണെന്ന് വെച്ചാണെങ്കിൽ കഴിഞ്ഞ 4 വർഷത്തോളമായി നമ്മൾ ഈ ചാനൽ കൊണ്ട് നടക്കാൻ തുടങ്ങിയിട്ട് അല്ലേ. ആദ്യമൊക്കെ നമ്മൾ ആഴ്ചയിൽ 3 വീഡിയോസ് വെച്ചായിരുന്നു ചെയ്തുകൊണ്ടിരുന്നത്. പിന്നെ പതിയെ ഡെയിലി ഒരു വീഡിയോസ് ആയി. അതിനുശേഷം ഇപ്പൊ ഡെയിലി 2 വീഡിയോസ് ചെയ്യുന്ന ഒരു അവസ്ഥയിലേക്ക് നമ്മൾ മാറി. എന്നിരുന്നാലും ഈ 4 വർഷത്തിനടുക്ക് നമ്മൾ മുടങ്ങാതെ വീഡിയോസ് ചെയ്തിട്ടുണ്ടായിരുന്നു. ജീവിതത്തിൽ എന്തൊക്കെ തിരക്കുകൾ ഉണ്ടായപ്പോഴും എന്തൊക്കെ സന്തോഷങ്ങൾ ഉണ്ടായപ്പോഴും എന്തൊക്കെ സങ്കടങ്ങൾ ഉണ്ടായപ്പോഴും എത്ര ബിസി ആയാലും നമ്മൾ വീഡിയോസ് മുടക്കാറില്ല. ഇവൻ ട്രിപ്പ് പോയാൽ വരെ അതിനിടയിൽ കൂടെ ഞാൻ സമയം കണ്ടെത്തി വീഡിയോസ് ചെയ്യാറുണ്ട്. കാരണം എനിക്ക് അതൊരു പാഷൻ ആയിരുന്നു. അതുകൊണ്ട് തന്നെ വീഡിയോ മുടക്കാന്ന് പറഞ്ഞാൽ എനിക്കൊന്നും ഏറ്റവും വലിയ സങ്കടമുള്ള കാര്യമാണ്. അത് പിന്നെ എങ്ങനെയാണ് നമ്മളൊരു റൂട്ടീൻ ഏറ്റവും നന്നായി സ്നേഹിച്ച് കഴിഞ്ഞാണെങ്കിൽ അത് മുടക്കാന്ന് പറഞ്ഞാൽ നമുക്ക് ഒരിക്കലും ചിന്തിക്കാൻ പോലും പറ്റാത്ത കാര്യമാണ്. അങ്ങനത്തെ ഒരു അവസ്ഥയിലൂടെ ഞാൻ പോയിക്കൊണ്ടിരുന്നത്. എന്തായാലും ജീവിതമാണ്. ബ്രേക്ക് എടുക്കേണ്ട സമയത്ത് നമ്മൾ ബ്രേക്ക് തന്നെ എടുക്കണമല്ലോ. എന്തായാലും ഒരാഴ്ചയാണ് ഞാൻ മാക്സിമം കാണുന്നത്. ഒരാഴ്ചക്ക് ശേഷം പഴയ പോലെ വീഡിയോ ചെയ്യാൻ പറ്റുമെന്ന് കരുതുന്നു. അപ്പൊ ഇത് സിറ്റുവേഷൻ എന്താണെന്ന് അറിയില്ല. എന്തായാലും ഉടനെ പെട്ടെന്ന് തന്നെ തിരിച്ചു വരും. പിന്നെ കല്യാണത്തിനെ കുറിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ 1 വർഷത്തോളമായി കേട്ടോ കല്യാണം ഉറപ്പിച്ചിട്ട്. കഴിഞ്ഞ ഡിസംബറിൽ ഉറപ്പിച്ചതാണ്. പക്ഷെ എന്തുകൊണ്ട് ഞാൻ അപ്പൊ നിങ്ങളോട് പറയാതിരുന്നതിന്റെ കാരണം എന്താണെന്ന് വെച്ചാണെങ്കിൽ കല്യാണം ഉറപ്പിച്ചതല്ലേ ഉള്ളൂ. അതിനിടയ്ക്ക് എന്തും സംഭവിക്കാം. ഇപ്പൊ അന്ന് ഞാൻ നിങ്ങളോടൊന്നും പറയാണ് അടുത്ത ഡിസംബർ ആകുമ്പോൾ എന്റെ കല്യാണമാണെന്ന് ഞാൻ വന്ന് നിങ്ങളോട് പറഞ്ഞിട്ടുണ്ടായിരുന്നെങ്കിൽ എന്തെങ്കിലും കാരണവശാൽ ആ സമയത്ത് കല്യാണം നടത്താൻ പറ്റിയിട്ടില്ല എങ്കിൽ നിങ്ങൾ കമന്റ് ബോക്സിൽ ഒന്ന് ചോദിക്കും, എന്താണ് ബ്രോ ഇന്ന് കല്യാണമാണെന്ന് പറഞ്ഞിട്ട് കല്യാണം ഒന്നും നടന്നില്ല എന്ന്. പിന്നെ അതിന് നിങ്ങൾക്ക് ഒരു എക്സ്പ്ലനേഷൻ നൽകേണ്ടി വരും. അപ്പൊ അതിനും ഭേദം എല്ലാം ഒന്ന് സെറ്റ് ആയതിനു ശേഷം കല്യാണം അടുപ്പിച്ച സമയങ്ങളിൽ പറയാമെന്ന് കരുതി. പിന്നെ അവൾക്കും അത് തന്നെയായിരുന്നു താല്പര്യം. എനിവേ വളരെ അപ്രതീക്ഷിതമായിട്ടുള്ള വളരെ ചാലഞ്ചിങ് ആയിട്ടുള്ള സിറ്റുവേഷൻസിലൂടെ ഒക്കെ കടന്നു പോയിട്ടാണ് ഇനി കല്യാണം എന്നുള്ള ഒരു അവസ്ഥയിലേക്ക് എത്തിയത്. അതൊക്കെ നമുക്ക് ആവശ്യമെങ്കിൽ പിന്നീട് അതിനെ കുറിച്ച് സംസാരിക്കാം. എനിവേ എന്തൊക്കെ പറയണമെന്നുണ്ട്, പക്ഷെ ഇപ്പൊ ഇത്രേ പുറത്തേക്ക് വരുന്നുള്ളൂ. എന്തായാലും 4-5 ദിവസം നീണ്ടു നിൽക്കുന്ന കല്യാണമാണ്. അത്രയും പ്രോഗ്രാംസും കാര്യങ്ങളൊക്കെ അറേഞ്ച് ചെയ്തിട്ടുണ്ട്. അപ്പൊ സ്വാഭാവികമായിട്ടും അതിന്റെ തിരക്കുകളും കാര്യങ്ങളും എത്രത്തോളം ആയിരിക്കും എന്നത് ഞാൻ പറഞ്ഞിട്ട് ആവശ്യമില്ലല്ലോ. ഇനി എന്തായാലും ഈ ഒരാഴ്ചക്ക് എടുക്ക് കല്യാണവുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും നല്ല മൊമെന്റ്സ് ഒക്കെ കിട്ടുകയാണെങ്കിൽ ഞാൻ നിങ്ങളുമായി ഷെയർ ചെയ്യാം. അപ്പോഴത്തെ ഒരു മൂടും സാഹചര്യവും പോലെ ഇരിക്കും. പിന്നെ എനിക്ക് നിങ്ങൾ എല്ലാവരും കല്യാണം വിളിക്കണം എന്നുണ്ട്. കാരണം എന്നെ വളർത്തിയതും എന്നെ ഈ നിലയിൽ എത്തിച്ചതും നിങ്ങളാണല്ലോ. നിങ്ങൾ എന്നെ സ്നേഹിച്ചത് കൊണ്ടും ഇഷ്ടപ്പെട്ടത് കൊണ്ടും മാത്രമാണല്ലോ ഇനി ഞാൻ കാണുന്ന നിലയിലെത്തിയത്. സ്വാഭാവികമായിട്ടും എന്റെ വളർച്ചയിൽ നിങ്ങൾക്കും നല്ല രീതിയിൽ പങ്കുണ്ട്. എന്റെ വീഡിയോ കാണുന്ന ഓരോരുത്തരും അതെന്നെ ഇഷ്ടപ്പെടുന്നവരായാലും എന്നെ വിമർശിക്കുന്നവരായാലും എന്നെ വെറുക്കുന്നവരായാലും അവരൊക്കെ എന്നെ വേണ്ടപ്പെട്ട ആളുകളാണ്. കാരണം എന്നെ ഇഷ്ടപ്പെട്ടവരാണ് എന്നെ വളർത്തിയത്. എന്നെ വിമർശിക്കുന്നവരാണ് എന്നെ തെറ്റ് തിരുത്തി തന്നത്. എന്നെ വെറുക്കുന്നവരാണ് എനിക്ക് മുന്നോട്ട് പോകാനുള്ള പ്രചോദനം നൽകിയത്. പിന്നെ അറിയാലോ, നിങ്ങളെ കല്യാണം വിളിച്ച് കഴിഞ്ഞാണെങ്കിൽ വല്ല ബീച്ചിൽ എങ്ങനെ വെച്ച് ഞാൻ കല്യാണം നടത്തേണ്ടി വരും. അതുകൊണ്ട് ഞാൻ വേണ്ടപ്പെട്ട ആൾക്കാരെ മാത്രമേ വിളിക്കുന്നുള്ളൂ. എന്ന് കരുതി ആരും എന്നോട് പിണങ്ങുകയോ ചാനലിൽ നിന്ന് ഇറങ്ങി പോവുകയോ എന്ന് ചെയ്യരുത് കേട്ടോ. പിന്നെ നിങ്ങളുടെ സ്നേഹവും ആശീർവാദവും എന്നും ഉണ്ടാവണം. എനിവേ കുറച്ച് സേവ് ദ ഡേറ്റ് മൊമെന്റുകൾ ഞാൻ അവസാനം കൊടുക്കാം. അപ്പൊ പിന്നെ അടുത്ത ആഴ്ച കാണാം. ഞാൻ തിരിച്ചു വരുന്ന സമയത്ത് ഇവിടെ തന്നെ ഉണ്ടായിക്കണം മക്കളെ. അപ്പൊ കാണാം.